രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന അസഹിഷ്ണുത ഇന്ന് ലോക്സഭയിൽ ചർച്ചയാകും. വിഷയത്തിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും സിപിഐഎമ്മും നൽകിയ നോട്ടീസ് സ്പീക്കർ അംഗീകരിച്ചു. അതേസമയം ചരക്ക് സേവന നികുതി ബിൽ പാസാക്കാനാകുമെന്ന ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന് വെങ്കയ്യ നായിഡു പറഞ്ഞു. പാർലമെന്റ് സമ്മേളനത്തിന് കഴിഞ്ഞ വ്യാഴാഴ്ച തുടക്കമായെങ്കിലും ഭരണഘടന സംബന്ധിച്ച് ചർച്ചയായതിനാൽ കാര്യമായ ബഹളങ്ങളില്ലാതെ സഭ പുരോഗമിച്ചിരുന്നു. ഭരണഘടനാ ചർച്ചകൾക്കിടയിൽ അസഹിഷ്ണുത പലപ്പോഴും പരാമർശ വിധേയമായെങ്കിലും വിശദമായ ചർച്ചകളിലേക്ക് കടന്നിരുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകട്ടെ ദാദ്രി കൊലപാതകമടക്കമുള്ള സംഭവങ്ങളിൽ മൗനം പാലിച്ചുകൊണ്ടാണ് അനുരഞ്ജന സന്ദേശമുള്ള മറുപടി നൽകിയത്. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും സിപിഐഎമ്മും നൽകിയ നോട്ടീസ് സ്പീക്കർ അംഗീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് കെ സി വേണുഗോപാലും സിപിഐഎം ലോക്സഭാ കക്ഷി നേതാവ് പി കരുണാകരനുമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്നാൽ വോട്ടെടുപ്പില്ലാത്ത ചർച്ചയ്ക്കാണ് സ്പീക്കർ അനുമതി നൽകിയിരിക്കുന്നത്. അതേസമയം ചരക്കു സേവന നികുതി ബില്ലിൽ കോൺഗ്രസുമായി ധാരണയിലെത്താനുള്ള ശ്രമങ്ങൾ സർക്കാർ തുടരുകയാണ്. മുന്നോട്ട് വെച്ച 3 നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ ബില്ലുമായി സഹകരിക്കാമെന്ന നിലപാടിലാണ് കോൺഗ്രസ്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി കൂടിയാലോചിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിനൊപ്പം സമാന ചിന്താഗതിയുള്ള പ്രതിപക്ഷ പാർട്ടികളുമായും ചർച്ച നടത്തുമെന്ന് സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേൽ പറഞ്ഞു. അഭിപ്രായ ഐക്യത്തോടെ ബിൽ പാസാക്കാനാണ് സർക്കാർ ശ്രമമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി വെങ്കയ്യ നായിഡു വ്യക്തമാക്കി. ബിൽ പാസാക്കാനാകുമെന്ന ശുഭാപ്തി വിശ്വാസം സർക്കാരിനുണ്ടെന്നും വെങ്കയ്യ നായിഡു പറഞ്ഞു. I appeal to all parties to extend support and I am optimistic that the bill will be passed in this session of parliament and will be able to meet the latest target of 2016 April wherein this bill has to be approved by all state assemblies also. റിപ്പോർട്ടർ, ദില്ലി.